welcome to day 8 of introducing 1000 pets. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജാക്ക് ആണ് ആൻഡ് ഹി ഈസ് എ ബംഗാൾ കാറ്റ്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ 1960s US നടന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ ക്രോസ് ബ്രീഡിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രീഡാണ് ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യൻ ലെപ്പേർഡ് കാറ്റ്സും അമേരിക്കൻ ഡൊമസ്റ്റിക് ബ്രീഡ്സ് ആയിട്ടുള്ള അമേരിക്കൻ ഷോർട്ട് ഹെയർ ആൻഡ് ഈജിപ്ഷ്യൻ മൗവിന്റെ ഒക്കെ ക്രോസ് ബ്രീഡ് ആയിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള ഒരു ലുക്കും അറ്റ് ദ സെയിം ടൈം ഡൊമസ്റ്റിക് കാറ്റിന്റെ ടെമ്പർമെന്റും ആയിട്ടുള്ള ഒരു ബ്രീഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ ബംഗാൾ കാറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രീഡിനെ നമുക്ക് കിട്ടി. ലേറ്റർ അവർക്ക് ഇന്റർനാഷണൽ കാറ്റ് അസോസിയേഷന്റെ അപ്രൂവൽ കിട്ടുകയും ആൻഡ് അത് കഴിഞ്ഞിട്ട് 1991 ചാമ്പ്യൻഷിപ്പ് ബ്രീഡായിട്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പിയറൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്പോട്ടിങ്സ് ആണ്. ആൻഡ് നമ്മുടെ ലെപ്പേർഡ്സ് ആൻഡ് ജാഗ്വറിനൊക്കെ റിസംബിൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇവരുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ടെമ്പർമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, ട്രെയിനബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. കുട്ടികളൊക്കെ ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള ടെമ്പർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. നന്നായിട്ട് കളിക്കാനും അത്യാവശ്യം നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഒത്തിരി ക്ലൈംബിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡും കൂടിയാണ് ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഇവരൊരു മീഡിയം സൈസ് കാറ്റ്സ് ആണ്. ജനറലി ആണുങ്ങള് മെയിൽസ് ഫീമെയിൽസിനെക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. വെയ്റ്റ്സ് അപ് ടു 7 kg. ഇവരുടെ കോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഷോർട്ടായ നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടാണ്, നല്ല സോഫ്റ്റും ആണ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി മെയിന്റനൻസ് വളരെ കുറവാണ്. നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇവരുടെ ലൈഫ് സ്പാൻ ഒക്കെ എന്ന് പറയുന്നത് ഒരു 16 years പ്ലസ് ഒക്കെ വരും. അപ്പോൾ നല്ല ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ആൻഡ് പിന്നെ അഗ്രഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ചെറുപ്പത്തിലെ മുതൽ തന്നെ നല്ലോണം സോഷ്യലൈസ് ചെയ്ത് ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റ് പെറ്റ്സിനോട് അല്ലെങ്കിൽ മറ്റ് കാറ്റ്സിനോടൊക്കെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്രീഡും കൂടിയാണ്. ഇനി ഇവന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവന്റെ പേരന്റിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, സോ അഞ്ജലി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അഞ്ജലിയുടെ ഫാമിലിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് അഞ്ജലി, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഇവിടെ ഞാൻ എന്റെ വർക്കിന് വേണ്ടിയാണ് വന്നത്. എന്റെ ഫാമിലി തൃശ്ശൂരാണുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എടുത്തത് ഒരു ഫീമെയിൽ ക്ലിയോപാട്ര എന്ന് ഞങ്ങൾ പേരിട്ട ഒരു ബംഗാൾ കാറ്റിനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ജാക്കിനെ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് ഫീമെയിൽ കാറ്റ്സിനെ വേറെ എടുത്തു. അതിൽ ജാക്കാണ് ഏറ്റവും വലിയ താരം. ജാക്കിന്റെ കുറെ വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ട്. നമുക്ക് ജാക്കിന്റെ ഒരു ക്യാരക്ടറും അവന്റെ റൂട്ടീനും ഒക്കെ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? മോർണിംഗ് നമ്മളൊരു വാക്കിന് കൊണ്ടുപോകാളെ. നടന്നു കഴിഞ്ഞാൽ ഇവിടെ വരും, കട ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെയാണ്, കടയുടെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, നമ്മളിവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മരുന്ന് ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നു, അവരെ സോപ്പിട്ടിട്ട് ട്രീറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോ ഞാൻ ഒന്നുകൂടി നടത്താൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു 10-10:30 വരെ ആൾ ഈ കടയിലുണ്ടാവും. ബംഗാൾ കാറ്റ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഇമോഷണലി ഓണറായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. അവര് നിലനിൽപ്പിന് വേണ്ടി, ഇപ്പൊ നമ്മളില്ല എങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ഫുഡൊക്കെ കഴിക്കും. പക്ഷെ അവര് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും നമ്മുടെ പ്രസൻസും അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യം പറഞ്ഞാൽ ഡോഗിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ജാക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് ബാക്കി നമ്മുടെ കാറ്റ്സിനേക്കാള്. അവന് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നമ്മുടെ കൂടെ ബൈക്കില് ട്രാവൽ ചെയ്യാറുണ്ട്. ഇവിടെ കൊച്ചിയില് അവനെ കാണാത്ത ആരും ഉണ്ടാവില്ല, അത്രയ്ക്ക് ആള് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാറുണ്ട്. അവൻ കാണാത്ത സ്ഥലങ്ങളില്ല. വാട്ടർഫാൾസ്, പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണത്, ട്രക്കിങ്, അങ്ങനെ അവൻ കാണാത്ത കാടുകളില്ല, അവൻ കാണാത്ത പുഴകളില്ല. അവന് മഴ ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതി രമണീയമായ പ്ലേസസ് വളരെ ഇഷ്ടമാണ്. അപ്പൊ അവൻ അതൊക്കെ എൻജോയ് ചെയ്യണത് നമ്മൾ കാണുമ്പം, നമ്മളോടുള്ള ആ ഒരു സ്നേഹം കാണുമ്പം നമ്മൾ ആഗ്രഹിച്ചു പോകും ജീവിതകാലം മുഴുവൻ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ നോർമൽ കാറ്റ്സിന്റെ പോലെ തന്നെ ഒരു 18 ഒക്കെ ഇയേഴ്സ് തന്നെയാണ് ഇവർക്കും ലൈഫ് സ്പാൻ ഉള്ളത്. ഈ ട്രോഫിയും ഈ ബാഡ്ജസും ഒക്കെ ജാക്കിന് കിട്ടിയതാണോ? അതായത് എല്ലാം ജാക്കിന്റെയാണ്. ഒരു 3-4 കോമ്പറ്റീഷൻ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ അവൻ പ്രൈസ് അടിച്ചിട്ടേ വന്നിട്ടുള്ളൂ. അവന് കിട്ടിയ 9th ബെസ്റ്റ് ഇൻ ഷോ, അത് ഒരു 300ഓളം കാറ്റ് ബ്രീഡ്സ് അതിൽ പങ്കെടുത്തു. അതില് ബെസ്റ്റ് 10ല് ജാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അഞ്ജലിയുടെ വിശേഷങ്ങളെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ ജാക്ക്, ബൈ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.